വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കട്ടെ. നാം തുടർമാനമായ അപ്പോസ്തല പ്രവർത്തികളിൽ നിന്ന് ചിന്തിച്ചു വരുന്നു. കഴിഞ്ഞ അധ്യായം 7 ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ടിടയായത്. സ്തേഫാനോസിന്റെ പ്രസംഗവും തൻ്റെ മരണവും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുവാനായിട്ട് ഇടയായത്. സ്തേഫാനോസ് തൻ്റെ പ്രസംഗം പൂർത്തിയാക്കി, തനിക്ക് ദൈവം തന്ന ശുശ്രൂഷ പൂർത്തിയാക്കി താൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. അപ്പോൾ തൻ്റെ ആ 7-ാമത്തെ അധ്യായം കഴിഞ്ഞ ആഴ്ച നമ്മൾ ഓർത്തതുപോലെ 7-ാമത്തെ അധ്യായത്തില് ഒരൊറ്റ പ്രസംഗമാണ്. 7-ാമത്തെ അധ്യായം 6-ാമത്തെ അധ്യായം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷയാണ് പറയുന്നത്. ഒരു 2 അധ്യായം മുഴുവനും പുതിയ നിയമത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ ലോങ് ആയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രസംഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്തേഫാനോസിന്റെ പ്രസംഗമാണ്. വളരെ ശക്തമായി ദൈവം കരങ്ങളിലെടുത്ത ഒരു ദൈവദാസനാണ് സ്തേഫാനോസ്. അപ്പോൾ അവിടെ തന്നെ ഈ പുതിയ നിയമസഭ വലിയൊരു ട്രാൻസിഷനിലൂടെ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലന്മാരാൽ ആരംഭിച്ച ശുശ്രൂഷ, അതിനുശേഷം ഡീക്കൺസിലൂടെ അടുത്ത ലെവലിലുള്ള ഒരു ശുശ്രൂഷ, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരെ പോലെ തന്നെ ശക്തമായി അടുത്ത ഒരു ഡീക്കൺസിലൂടെ ഒരു ശുശ്രൂഷയുടെ ഒരു ട്രാൻസിഷനും 6-ാമത്തെ അധ്യായത്തിൽ നാം കാണുവാനായിട്ടിടയായി. 7-ാമത്തെ അധ്യായം നാം അങ്ങനെ ചിന്തിക്കുവാനായിട്ടിടയായി. വളരെ പ്രത്യാശയോടുകൂടെ അപ്പോസ്തലനായ സ്തേഫാനോസിന്റെ മരണവും വളരെ പ്രത്യാശയോടുകൂടെ താൻ പ്രിയം വെച്ച നാട്ടിൽ താൻ കടന്നു പോകുവാനായിട്ടിടയായി. ആദ്യത്തെ രക്തസാക്ഷി സ്തേഫാനോസ് ആണ്. അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ ആഴ്ച ചിന്തിക്കുവാനായിട്ടിടയായി. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായമാണ് ഞാൻ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അവനെ കൊല ചെയ്തത് ശൗലിന് സമ്മതമായിരുന്നു. അന്ന് യെരൂശലേമിലെ സഭയ്ക്ക് ഒരു വലിയ ഉപദ്രവം നേരിട്ടു. അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയൊരു പ്രലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീടുതോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ച് തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോന്നു. ചിതറിപ്പോയവർ വചനം സുശേഷിച്ചും കൊണ്ട് അവിടെ സഞ്ചരിച്ചു. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഇവിടെ ശമരിയയിലേക്ക് സുവിശേഷം കയറുന്ന ഒരു ഭാഗമാണ് 8-ാമത്തെ അധ്യായത്തിൽ മെയിനായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. സുവിശേഷം ഇതിൻ്റെ ഒരു കീ വേർഡായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ എല്ലാം കൂടെ ചിന്തിച്ചു നോക്കിയാൽ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അവിടെ അതാണ് അതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ മുഴുവൻ ഒരു ഉള്ളടക്കം ആ വാക്യത്തിലുണ്ട്. അതൊന്ന് വായിക്കാം. 1-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ. യേശുക്രിസ്തു തന്നെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിലേക്ക് മടങ്ങി വരണം, നിങ്ങൾ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. അവിടെ വലിയൊരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം, ഒരു ഔട്ട് പോറിങ് അവിടെ മാളിക മുറിയിൽ നടക്കുവാനായിട്ടിടയായി. അപ്പൊ യെരൂശലേമിൽ ഇത് ആരംഭിച്ചു. പിന്നെ എന്ത് സംഭവിച്ചു? യഹൂദയിൽ മുഴുവനും ഇത് പടരുവാനായിട്ടിടയായി. കാര്യം അനേക ആൾക്കാര് അവിടെ സുവിശേഷം സ്വീകരിക്കുവാനായിട്ടും അപ്പോസ്തലന്മാരിലൂടെ നടന്ന അത്ഭുതങ്ങളൊക്കെ കണ്ട് അനേകര് അതിൽ വിശ്വസിച്ച് ദൈവസഭയോടുകൂടെ ചേരുവാനായിട്ട് ഇടയായി. അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത്, വളരെ രീതിയിലുള്ള ഒരു ഇൻഷ്യൽ ഗ്രോത്ത് ദൈവസഭയില് ആ കാലങ്ങളിൽ ഉണ്ടായി, ആ ദേശങ്ങളിൽ ഉണ്ടായി. അപ്പോൾ ഈ കടന്നു വന്ന ഭൂരിഭാഗം ആൾക്കാരും ജുഡിയ യഹൂദ പാരമ്പര്യത്തിൽ അല്ലെങ്കിൽ യഹൂദ വിശ്വാസത്തിലുള്ള ആൾക്കാരായിരുന്നു. 6-ാമത്തെ അധ്യായത്തിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ അവിടെ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാം. അപ്പോൾ അതുകൊണ്ടാണല്ലോ അവിടെ ഒരു ചെറിയ പിറുപിറുപ്പും കോൺഫ്ലിക്റ്റും ഒക്കെ ഉണ്ടാകുവാനായിട്ട് ഇടയായത്. എനിവേ നമുക്ക് കടന്നു വരാം. അപ്പൊ യഹൂദയിൽ ആരംഭിച്ച
സുവിശേഷം. പിന്നെ രണ്ടാമത്തെ ഒരു സ്റ്റേജ് പറയുന്നത് അത് എവിടോട്ട് മാറും? അത് ശമരിയയിലോട്ട് മാറും. യെരുശലേമിൽ ആരംഭിച്ചു, പിന്നെ അത് യഹൂദയെ മുഴുവനും സ്പ്രെഡായി, പിന്നെ ശമരിയയിലേക്ക് മാറി. അതിനുശേഷം പറയുകയാണ് ലോകം മുഴുവനും പരക്കുവാനായിട്ടിടയായി. ഈ അപ്പോസ്തല പ്രവൃത്തികളെ മുഴുവനായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 1 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്, 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ അല്ലെങ്കിൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത് യെരുശലേമിലും യഹൂദയിലുമുള്ള സുവിശേഷീകരണമാണ് നടക്കുന്നത്. അവിടെയുള്ള ചർച്ച് ഗ്രോത്ത് ആണ് അതുവരെയുള്ള അധ്യായങ്ങളിൽ കാണുന്നത്. എന്നാൽ അതിനുശേഷം അടുത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നത് ശമരിയയിലേക്ക് സുവിശേഷം എത്തുന്നതാണ് 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നാം കാണുന്നത്. അതിനുശേഷം അപ്പോസ്തലനായ പൗലോസിലൂടെ ലോകമെമ്പാട് സുവിശേഷം എത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് അപ്പോസ്തല പ്രവൃത്തികൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് ഇതിന്റെ എല്ലാം ഒരു കുറിവാക്യം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഉള്ളടക്കം ലൂക്കോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഭാഗത്തേക്ക് കടന്നു വരാം. അപ്പോൾ ഇവിടെ സഭയിൽ വലിയ പ്രശ്നമുണ്ടായി. ഈ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നു സഭയിലെ ഉപദ്രവം നേരിട്ടു. അപ്പൊ അപ്പോസ്തലന്മാർ ഒഴികെ എല്ലാവരും യഹൂദ്യ ശമരിയ ദേശങ്ങളിൽ ചിതറിപ്പോയി. അത് 1-ാമത്തെ വാക്യം അതൊരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് തോന്നും. അപ്പൊ ഈ പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, വിഷയങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം, വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, സഭയിൽ എപ്പോഴും വളർച്ച ഉണ്ടാകുമ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പവറുണ്ട് ഇന്നിക്കും. പലപ്പോഴും എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തതെന്ന് ചോദിച്ചാൽ, സഭ ദൈവിക ക്രമപ്രകാരം വളരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് ദൈവസഭ വളരുമ്പോൾ അതിനെപ്പോഴും എതിർപ്പുകൾ ഉണ്ടാകും. ഇതിനോട് കോംപ്രമൈസ് ചെയ്യാതെ ഒരു ഗ്രൂപ്പ് എണീക്കുമ്പോൾ അവർക്കെതിരായിട്ടായിരിക്കും എപ്പോഴും കാറ്റ് വീശുന്നതും, അവർക്കെതിരായിട്ടായിരിക്കും എപ്പോഴും ഭരണവും ഗവൺമെന്റും ഒക്കെ ചലിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് ഈ 1-ാമത്തെ അധ്യായത്തിൽ കാണുന്നത്. സഭയ്ക്ക് വലിയ ഉപദ്രവം നേരിട്ടു. ഇപ്പൊ ഈ ഉപദ്രവത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിയാണ് പൗലോസ് എന്ന് നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 7-ാമത്തെ അധ്യായവും 6-ാമത്തെ അധ്യായവും സ്തേഫാനോസിനോട് വാദിക്കുന്നതിൽ പ്രമാണിയായിരുന്നു ഈ പൗലോസ്. ആ വാദത്തിൽ സ്തേഫാനോസ് ജയിച്ച കാര്യമൊക്കെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നാം ചിന്തിക്കുവാനായിട്ടിടയായി. ഇപ്പൊ പൗലോസ് ആണ് ഈ ഉപദ്രവിക്കുന്ന കാര്യത്തിലും, സ്തേഫാനോസിനെ കൊല്ലുന്ന കാര്യത്തിലും, പിന്നെ സഭയെ ഉപദ്രവിക്കുന്ന കാര്യത്തിലും ഒക്കെ പൗലോസ് വലിയൊരു പങ്ക് വഹിച്ചു എന്ന് നമുക്ക് തുടർന്ന് അപ്പോസ്തല പ്രവൃത്തികൾ വായിക്കുമ്പോൾ മനസ്സിലാക്കും. ഇത് സഭയെ വല്ലാതെ ഉപദ്രവിക്കുവാനായിട്ട് ഇടയായി. അപ്പൊ ഈ ഉപദ്രവിക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, യഹൂദ, യെരുശലേം, ശമരിയ ദേശങ്ങളിലേക്ക് ഈ ദേശം ചിതറിപ്പോയി. അത് ചിതറിപ്പോയതും ഒരു ദൈവ പദ്ധതിയായിരുന്നു. പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ നെഗറ്റീവായിട്ട്, അല്ലെങ്കിൽ ദൈവസഭയ്ക്കെതിരെ നെഗറ്റീവായിട്ട് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു കാര്യം, അതിനപ്പുറത്തൊരു ദൈവ പദ്ധതി ഉണ്ടെന്നുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പീഡനം ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അപ്പോസ്തോലന്മാർ ശമരിയയിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം ശമരി എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോസ്തോലന്മാരെ സംബന്ധിച്ച്, യഹൂദ പാരമ്പര്യത്തിലുള്ളവരെ സംബന്ധിച്ച് ശമരിയ ഒരു വെറുക്കപ്പെട്ട സ്ഥലം. കാര്യം ശമരിയയിലുള്ള ആൾക്കാര് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കുറച്ച് യഹൂദന്മാർ ശമരിയയിൽ ഉണ്ടായിരുന്നു. അവര് അസിറിയക്കാരുമായിട്ടൊക്കെ വിവാഹം കഴിച്ചു. അവരൊരു എന്താ പറഞ്ഞ ഒരു മിക്സ് ആയിട്ടുള്ള, ഇന്റർമാരി ചെയ്ത എന്ന് പറഞ്ഞാൽ യഹൂദനെ സംബന്ധിച്ച് ജാതികളുമായിട്ട് വിവാഹം കഴിച്ച ഒരു സമൂഹം എന്ന് പറഞ്ഞാൽ ഒരു ഹാഫ് ബ്രീഡ് യഹൂദനായിരുന്നു ശമരിയയിലുള്ളത്. അവിടെ ഒരു രസകരമായ ഒരു കാര്യം കാണാം. യഹൂദനിൽ ആരംഭിച്ച സുവിശേഷം രണ്ടാമത് ഹാഫ് ബ്രീഡ് ആയിട്ടുള്ള പകുതി യഹൂദനിലേക്ക് പോയി, അതിനുശേഷം പിന്നെ യഥാർത്ഥമായ ജാതികളിലേക്ക് പോകുവാനായിട്ടിടയായി. സുവിശേഷത്തിന്റെ ആ പോക്ക്, അതിന്റെ ആ ദൈവത്തിന്റെ എല്ലാ കാര്യത്തിനകത്തുള്ള ഒരു പൂർണ്ണത നമ്മുടെ മനുഷ്യന്റെ ചിന്തയ്ക്കും ഒക്കെ അപ്പുറമാണ്. അപ്പൊ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അത് ദൈവത്തിന്റെ പ്ലാനിനും പദ്ധതിയിലുമുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. കാര്യം അതുകൊണ്ട് യഹൂദന്മാർ ശമരിയ ദേശങ്ങളിലേക്ക് ചിതറിപ്പോയി.
അപ്പൊ ഇവര് ശമരിയയിലേക്ക് ചിതറിപ്പോയപ്പോഴെന്ത് സംഭവിച്ചു എന്നുള്ളത് 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പം ഇവരെ ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിനെ അടക്കം ചെയ്തു. അവനെക്കുറിച്ച് വലിയ വിലാപം കഴിച്ചു. എന്നാൽ ശൗൽ വീട് തോറും ചെന്ന് പുരുഷന്മാരെയും സ്ത്രീകളെയും പിടിച്ചിഴച്ചു തടവിൽ ഏൽപ്പിച്ചുകൊണ്ട് സഭയെ മുടിച്ചു പോരുന്നു. അപ്പം മറ്റുള്ളവരുടെ ഭാഷയിൽ നോക്കിയാൽ, മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സഭയെ നശിപ്പിക്കുന്നതായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിനകത്തും ഈ നശിപ്പിക്കുന്ന പദ്ധതികൾ നടക്കുമ്പോഴും, പിശാച് ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ അവിടെ ഒരുക്കുമ്പോഴും അത് ദൈവസഭയ്ക്ക് വളർച്ചയ്ക്കുള്ള ഒരു വളമായി മാറുവാനായിട്ട് ഇടയാകും. അതുകൊണ്ടാണ് ഇവർ ചിതറിപ്പോയവർ എന്ത് സംഭവിച്ചു? ചിതറിപ്പോയവർ ദൈവവചനം സുവിശേഷിച്ചുകൊണ്ട് അവിടെവിടങ്ങളായി സഞ്ചരിച്ചു. ഹല്ലേലൂയ. തിന്മയ്ക്കായിട്ടാ ചെയ്തതെങ്കിലും അത് നന്മയ്ക്കായിട്ട് മാറി. ചിലപ്പം ദൈവം നമ്മളെയൊക്കെ ഒന്ന് ഇളക്കുന്നത്, നമ്മുടെ ഈ കംഫർട്ട് സോണൊക്കെ ഒന്ന് ഇളക്കുന്നത് വലിയ ദൈവ പദ്ധതിയായിട്ട് മാറാനായിട്ട് ഇടയാകും. അതാണ് 4-ാമത്തെ വാക്യം പറയുന്നത്. ഇവര് ദൈവസഭയുടെ മെമ്പേഴ്സ് ആയതുകൊണ്ട് അവരോട് ആരും പറയാതെ തന്നെ അവർ ചെന്നിടത്തൊക്കെയും സുവിശേഷം പറയുവാനായിട്ടിടയായി. അവർ ചെന്നിടത്തൊക്കെയും സുവിശേഷം പറയുവാനായിട്ടിടയായപ്പോൾ അവരിലൂടെയുള്ള വലിയ ഒരു ദൈവ പദ്ധതി അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ഇനിയും 5-ാമത്തെ വാക്യത്തില് ഈ ഫിലിപ്പോസ് ആരാണെന്നുള്ള കാര്യം നമുക്കറിയാം. 7 പേര് തെരഞ്ഞെടുത്തതിൽ രണ്ടാമനായിരുന്നു. ഒന്ന് സ്തെഫാനോസ്, രണ്ടാമത്തെ ആളായിരുന്നു ഫിലിപ്പോസ്. ഫിലിപ്പോസ് ഒരു അപ്പോസ്തോലനല്ല, താനൊരു ഇവാഞ്ചലിസ്റ്റ് എന്നാണ് തന്നെ കുറിച്ച് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തില് തന്നെ പിന്നെയും നമുക്ക് കാണാൻ കഴിയും. ഒരു ഗ്യാപ്പിന് ശേഷം 21-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങളിൽ പൗലോസ് ഫിലിപ്പോസിന്റെ ഭവനത്തിൽ ചെന്ന് താമസിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതിന്റെ 21-ന്റെ 8-9 വാക്യങ്ങൾ ഒന്ന് വായിച്ചു. അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായത്തിന്റെ 8-9 വാക്യം. പിറ്റന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയയിലെത്തി. 7-രിൽ ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോടുകൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നവരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഈ ഫിലിപ്പോസിലൂടെ വലിയ പ്രവൃത്തികളൊക്കെ നടന്നെന്ന് പറഞ്ഞിട്ട് ഫിലിപ്പോസിന്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഫിലിപ്പോസിന്റെ ടൈറ്റില് മാറുന്നില്ല എന്നുള്ള കാര്യം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ ഫിലിപ്പോസ് ആരാണെന്ന് തന്റെ ടൈറ്റിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു. ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്, ഫിലിപ്പോസ് എന്ന സുവിശേഷികൻ. ഹല്ലേലൂയ. ഈ സുവിശേഷികന്റെ ഭവനത്തെ കുറിച്ച് പറയുന്നു. തനിക്ക് 4 പുത്രിമാര്, അവര് പ്രവചിക്കുന്നവരാണ്. ഇങ്ങനെ വലിയൊരു പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന അനേകര് തന്റെ ഭവനത്തിൽ നിർണ്ണയിക്കുവാനായിട്ട് ഇടയായി. പക്ഷെ ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നു, ഇത്രയും ശുശ്രൂഷകളൊക്കെ ചെയ്തിട്ടും നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ ചിന്തിക്കുമ്പോൾ ഒരുപാട് സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊന്നും അവർ ബോസ്റ്റ് ചെയ്യുന്നില്ല. അവരുടെ എന്നത്തെയും പ്രസംഗം യേശുക്രിസ്തുവിനെ കുറിച്ചും സുവിശേഷത്തെ കുറിച്ചും എന്താ പറഞ്ഞ പ്യുവർ ആയിട്ടുള്ള ഗോസ്പലും ഒക്കെയാണ് അവര് പ്രസംഗിക്കുന്നതായിട്ട് കാണുന്നത്. മടങ്ങി വരാം. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഇത് വലിയ ഒരു ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു, ഫിലിപ്പോസിനെ ശമരിയ പട്ടണത്തിലേക്ക് അയക്കുക എന്നുള്ളത്. ഇപ്പൊ ഫിലിപ്പോസിനെ കുറിച്ച് പറയുന്നത് താൻ ആത്മാവ് നിറഞ്ഞവനായിരുന്നു, കൃപയുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ദൈവാത്മ പ്രേരിതമായിട്ട് തനിക്ക് ആ പട്ടണത്തിലേക്ക് കടന്നു പോകുവാനായിട്ടിടയായി. അപ്പൊ ഈ ശമരിയ പട്ടണം, ഞാൻ എനിക്കറിയത്തില്ല നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണോ എന്ന്, ഞാൻ പ്രസന്റ് ചെയ്തേക്കുന്ന ആ ഗ്രാഫ്, അതിനകത്ത് 2 കിങ്ഡത്തെ കുറിച്ച് കാണാനായിട്ട് കഴിയും. ഒന്ന് ഇസ്രായേല്, അത് നോർത്തേൺ കിങ്ഡം എന്നും നമുക്ക് ജൂത സദേൺ കിങ്ഡം എന്നും 2 ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്നാണ്, യെരുശലേമിൽ നിന്നാണ്, യഹൂദയിൽ നിന്നാണ് ഫിലിപ്പോസ് ശമരിയയിലേക്ക് പോകുന്നത്. അത് നോർത്തേൺ കിങ്ഡത്തിലുള്ള ഒരു സ്ഥലമാണ് ശമരിയ. അപ്പൊ അവിടെ തന്നെ
അവിടെ ഫിലിപ്പോസ് കൊണ്ടുപോകുന്നതായിട്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ അധികം വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതിനകത്ത് ദൈവത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പദ്ധതി പ്രകാരം താന് ആ സൈഡിലേക്ക് പോകുവാനായിട്ട് ഇടയായി. അവിടെ താൻ സുവിശേഷം അറിയിച്ചു. അപ്പൊ അവിടെ അതിശക്തമായ ദൈവിക പ്രവർത്തികൾ അവിടെ സംഭവിക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അവിടെ ചെയ്ത അടയാളങ്ങളും പുരുഷാരം കേൾക്കുകയും കാണുകയും ചെയ്യുകയാകിയാൽ അവൻ പറയുന്നത് ഏക മനസ്സോടെ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ അശുദ്ധാത്മാവ് ബാധിച്ച പലരും അവിടെ അവിടെ വിടുതൽ പ്രാപിക്കുവാനായിട്ടിടയായി. 8-ാമത്തെ വാക്യത്തില് അങ്ങനെ അവൻ അവിടെ ചെന്നപ്പോൾ പട്ടണത്തിൽ വളരെ വലിയ സന്തോഷം ഉണ്ടായി. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ ആത്മാവിനാൽ നിറച്ച് ദൈവത്തിന്റെ വചനവുമായി, ആ സത്യവുമായി, ആ പ്രകാശവുമായി താൻ ഒരു ദേശത്തേക്ക് പോകുമ്പോൾ, യഹൂദനെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വെറുക്കപ്പെട്ട സ്ഥലം, ഒരു ശമരിയക്കാരി സ്ത്രീയോടൊക്കെ യേശു സംസാരിക്കുന്നതൊക്കെ നമുക്ക് സുവിശേഷങ്ങളിൽ വായിക്കുവാനായിട്ട് ഇടയാകും. അതിനകത്തൊക്കെ പറയുന്ന ഒരു കാര്യം, യഹൂദന് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു സ്ഥലം, അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ചെന്നപ്പോൾ അവിടെ വലിയ സന്തോഷം ഉണ്ടാകാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ഒരു അഭിഷേകം അങ്ങനെയുള്ള ഒരു അഭിഷേകം. നാം ചെല്ലുന്നിടത്ത് ഒരു സന്തോഷം ഉണ്ടാകണം. നാം ചെല്ലുന്ന ഭവനത്തിലാണെങ്കിലും, നാം ചെല്ലുന്ന ദേശത്തിലാണെങ്കിലും, ചെല്ലുന്ന ചർച്ചിലാണെങ്കിലും നമ്മൾ ചെല്ലുന്നത് കൊണ്ട് ഒരു സന്തോഷം ഉണ്ടാകുവാനായിട്ട് ഇടയാകണം. അങ്ങനെ ഫിലിപ്പോസ് അവിടെ ചെന്നു. ആ പട്ടണത്തിൽ വളരെ വലിയ സന്തോഷം ഉണ്ടായി. അതിന് 9 തൊട്ട് വായിച്ചു. 9-ാമത്തെ വാക്യം തൊട്ട്. എന്നാൽ ശീമോൻ എന്നു പേരുള്ള ഒരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ ഭ്രമിപ്പിച്ചു പോന്നു. ഇവൻ മഹതി എന്ന ദൈവശക്തി ആകുന്നു എന്നും പറഞ്ഞ് ആബാലവൃദ്ധം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു. ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത്. എന്നാൽ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. ശീമോൻ താനും വിശ്വസിച്ച് സ്നാനമേറ്റു ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. വേറൊരു ക്യാരക്ടറിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതാണ് ഈ ശീമോൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഇദ്ദേഹത്തിന്റെ വളരെ രസകരമായ ഒരു വ്യക്തിയാണ്. പുള്ളി അവിടെ കുറച്ച് മാജിക്കുകളൊക്കെ ചെയ്ത് ആൾക്കാരെയൊക്കെ വശത്താക്കി വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് അവിടെ ഒരു, നമ്മുടെ ഭാഷയെ പറഞ്ഞ ഒരാൾ ദൈവമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഫിലിപ്പോസിലൂടെ വലിയ അത്ഭുതങ്ങളൊക്കെ നടക്കുന്നത് കണ്ടത്. അപ്പൊ ഈ ശീമോന് ഈ നല്ല റിയലായിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ കണ്ടപ്പോഴ് ശീമോന് കാര്യം മനസ്സിലായി, ഇത് താൻ കാണിക്കുന്നത് പോലുള്ള മാജിക്കുകളൊന്നും അല്ല, ഇതിനകത്ത് എന്തോ ഉണ്ടെന്നത് എനിക്ക് മനസ്സിലായി. അങ്ങനെ താൻ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. അങ്ങനെ താൻ വിശ്വസിച്ചു, സ്നാനപ്പെട്ടു. താനും ദൈവസഭയോടുകൂടെ ചേർന്ന് അവിടെ ഫിലിപ്പോസിനോട് കൂടെ ചേർന്ന് താനും അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ വലിയ വീര്യപ്രവൃത്തികളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നത് കണ്ട് ഭ്രമിച്ചു. ആ ഒരു പദം ശ്രദ്ധിക്കണം. അപ്പൊ ഈ ഫോക്കസ് മുഴുവനും അതിനകത്തായിരുന്നു. ഈ ശിമോൻ എന്ന് പറയുന്ന ഒരു പുള്ളി, കാര്യം അങ്ങനെ പറയാനുള്ള കാരണം, ഇദ്ദേഹം ഈ പരിപാടികളൊക്കെ ചെയ്തിട്ടാണ് കുറച്ച് പൈസ ഉണ്ടാക്കിയത്. അങ്ങനെ വലിയ പേരും പൈസയൊക്കെ ഉണ്ടാക്കിയ ഒരാള് അടുത്ത ഒരു അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ അത്ഭുതമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിനോട് ചേർന്ന് നിന്നാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന്. അങ്ങനെ ഫിലിപ്പോസിനോട് താൻ ചേർന്ന് നിൽക്കുവാനായിട്ട് ഇടയായി. ഇങ്ങനെ ഇവര് പുള്ളിയോട് ചേർന്ന് നിന്ന സമയത്താണ് അപ്പോസ്തലന്മാർ ഒരു കാര്യം പറഞ്ഞത്, ശമരിയയിൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. ശമരിയയിലും ജനം വിശ്വസിക്കുവാനായിട്ടിടയായി. ഇവരുടെ പ്ലാനിൽ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു. പക്ഷെ ദൈവം ആ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നറിഞ്ഞ് പത്രോസും യോഹന്നാനും കൂടെ അവിടെ വരുവാനായിട്ടിടയായി. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വലിയൊരു ഹോളി സ്പിരിറ്റിന്റെ ഔട്ട് പോറിങ് നടക്കുവാനായിട്ടിടയായി. പത്രോസ് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ജനത്തിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിശ്വസിച്ചവരുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്. അവരുടെ മേൽ വരുന്ന പരിശുദ്ധാത്മാവ് അവരെ സ്ട്രെങ്തൻ ചെയ്യും. അവരിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ ഉണ്ടാകുവാനായിട്ടിടയാകും. അപ്പൊ എന്തുകൊണ്ട് ശമരിയയിൽ ഒരു അഭിഷേകത്തിന്റെ ആവശ്യം എന്ന് ചോദിച്ചാൽ, ശമരിയ
സുവിശേഷം അറിയണമെങ്കിൽ, സമരയിലൂടെ വലിയ ദൈവപ്രവൃത്തികൾ നടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ നടക്കത്തുള്ളൂ. പരിശുദ്ധാത്മാവില്ലാത്ത സഭകളൊക്കെ ചത്തുപോകും. പരിശുദ്ധാത്മാവില്ലാത്ത മൂവ്മെന്റ്സുകൾക്കൊന്നും നിൽക്കുവാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് അവിടെ ഒരു ആവശ്യമാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോസ്തലനെ വിളിച്ചു. അപ്പൊ ഈ പത്രോസിനെ ദൈവം കണക്ട് ചെയ്യുന്നത്, പത്രോസിനെ കുറിച്ച് പറയുന്നു, നീ പാറയാകുന്നു. അപ്പൊ ഈ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളില് പത്രോസാണ് ഈ ശുശ്രൂഷകളുടെ ഒക്കെ ഒരു ലീഡർഷിപ്പ്. അപ്പൊ ദൈവം പത്രോസിനെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നത് കാണാം. എന്നാൽ 12-ാമത്തെ അധ്യായം തൊട്ട് പൗലോസിനെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഈ പത്രോസിലൂടെയാണ് അതിനുശേഷം കൊർന്നല്യോസിന്റെ ഭവനത്തിലാണെങ്കിലും ഒരു ആത്മപകർച്ചയൊക്കെ നടന്ന് ജാതികളുടെ ഇടയിലും വലിയൊരു ആത്മപകർച്ച നടക്കുന്നതെല്ലാം പത്രോസിലൂടെയാണ്. ഞാൻ ആ ഭാഗം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ പത്രോസിനെ വിളിപ്പിച്ചു. പത്രോസ് പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ ഒരു വ്യാപാരം നടന്നു. ആത്മാവ് അവരുടെ മേൽ വന്നു. അതുവരെ അവർ ആത്മസ്നാനം പ്രാപിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ അപ്പോഴെന്ത് സംഭവിച്ചു എന്നുള്ളത് 18-ാമത്തെ വാക്യം നോക്ക്, വായിച്ചു. അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത് ശീമോൻ കണ്ടപ്പോൾ അവർക്ക് ദ്രവ്യം കൊണ്ടുവന്നു. ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിക്കുവാൻ തക്കവണ്ണം ഈ അധികാരം എനിക്കും തരണം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ഫോക്കസ്, ശീമോന്റെ ഫോക്കസ് എന്തായിരുന്നു? ഈ അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ഒക്കെ ആയിരുന്നു. പുള്ളിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളതായിരുന്നു. അത്ഭുതം അടയാളം ഒക്കെ വേണം, പക്ഷെ ഇതിനകത്തൊരു ഒരു ഫൈൻ ലൈൻ ഉണ്ട്. നമ്മൾ ഇതിന്റെ പുറകെ ആയി പോകുമ്പോൾ യഥാർത്ഥ സുവിശേഷം നമുക്ക് നഷ്ടപ്പെടുന്നത്. കാര്യം ഈ സുവിശേഷം പ്രസ്താവിക്കുവാനും സുവിശേഷത്തെ ഉറപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നത്. ഈ അത്ഭുതവും അടയാളവും ആണ് മെയിൻ എന്ന്. കാര്യം ഇപ്പോൾ ഉള്ള ഒരു വലിയൊരു അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുന്നത്, ഒരു വലിയൊരു മൂവ് തന്നെയുണ്ട്. ഇപ്പം പല രാജ്യങ്ങളിലൊക്കെ പോയി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പൈസ എല്ലാം മുടക്കുന്നതെന്ന് പറഞ്ഞാൽ ഏതാ, ഒരു അഭിഷേകത്തിന്റെ ഒരു പകർച്ച വേണമെന്നുള്ളത്. വലിയൊരു താല്പര്യമൊക്കെ നല്ലതാ, പക്ഷെ തന്റെ ഇന്റൻഷൻ ഡിഫറെന്റ് ആയിരുന്നു. അത് പത്രോസ് തന്നെ വിവേചിക്കുന്നത്, തുടർന്നുള്ള വാക്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പത്രോസ് ഈ വ്യക്തിയെ വിവേചിക്കുന്നത് കാണാനായിട്ട് ഇടയാകും. അതൊന്ന് വായിച്ചാട്ടെ. തുടർന്ന് ഞാൻ ഒരുത്തന്റെ മേൽ കൈവച്ചാൽ അവന് പരിശുദ്ധാത്മാവ് ലഭിപ്പാൻ തക്കവണ്ണം ഈ അധികാരം എനിക്ക് തരണമെന്ന് പറഞ്ഞു. പത്രോസ് അവനോട്, ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നീ നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്നോടുകൂടെ നശിച്ചു പോകട്ടെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട് ഈ കാര്യത്തിൽ നിനക്ക് പങ്ക് മോഹരിയുമില്ല. അവിടെ ആ പദം ഒന്ന് ശ്രദ്ധിക്കണം. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ലായക കൊണ്ട്. ഹല്ലേലൂയ. നമ്മള് ദൈവത്തെ അനുഗമിക്കുന്നു, വിശ്വസിക്കുന്നു, നമ്മൾ പ്രസംഗിക്കുന്നു, നമ്മൾ ചർച്ച് നടത്തുന്നു, സുവിശേഷം പറയുന്നു, വലിയ ക്രൂസൈഡുകൾ നടത്തുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതൊക്കെ കാണുമ്പോൾ പലരും വിശ്വസിക്കുമായിരിക്കാം, പക്ഷേ നാം നമ്മെ തന്നെ പരിശോധിക്കേണ്ട ഒരു കാര്യം, എന്താണ് നമ്മുടെ ഈ പുറയിലുള്ള ഒരു ഇന്റൻഷൻ? ഹല്ലേലൂയ. ഈ ശീമോന്റെ കാര്യം അവിടെ ഒരു വലിയ ഒരു ഡോക്ടറിനലായിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഈ ശീമോൻ വിശ്വസിച്ചോ എന്ന് ചോദിച്ചാൽ വിശ്വസിച്ചു. കാര്യം വിശ്വസിച്ചെന്ന് ലൂക്കോസ് എഴുതിയിരിക്കുന്നുണ്ടോ. സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചാൽ സ്നാനപ്പെട്ടു. പക്ഷെ ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷവും ഇത് പുതിയ നിയമസഭയിലൊക്കെ കാണുന്നുണ്ട്. കാര്യം ഒരു സാന്റിഫിക്കേഷൻ പലപ്പോഴും നടന്നിട്ടില്ല. കാര്യം ഒരു വലിയ റിവൈവൽ ഉണ്ടാകുന്നു, അതിനകത്ത് കുറെ പേര് വരുന്നു. പക്ഷെ ഈ സാന്റിഫിക്കേഷൻ നടക്കണമെങ്കിൽ അതൊരു പ്രോസസ്സാണ്, കുറച്ച് സമയമെടുക്കും. അത് ഈ ദൈവസഭയിലൂടെയാണ് നടക്കുന്നത്. അവിടെ കേൾക്കുന്ന ദൈവവചനങ്ങളും അവിടെ കിടക്കുന്ന നമ്മളെ ചലഞ്ച് ചെയ്യുന്ന തിരുവചനങ്ങളും ഒക്കെ കേട്ടിട്ടാണ് നമ്മൾ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ സാന്റിഫിക്കേഷൻ നടക്കത്തുള്ളൂ.
ഇപ്പൊ ഈ രക്ഷിക്കപ്പെട്ട് വന്ന ഈ പുള്ളിയുടെ അകത്ത ചിന്ത ഇപ്പോഴും ഈ അത്ഭുതങ്ങളുടെ പുറകിലാണ്. ഹല്ലേലൂയ. ഈ അത്ഭുതം നടക്കുന്ന ചർച്ച്, അത്ഭുതം നടക്കുന്ന സ്ഥലം, ഇതിന്റെയൊക്കെ പുറകിൽ പോകുമ്പോൾ ഒരു വിഷയം, ഒന്നും തെറ്റാണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതാണോ? നാം കർത്താവിനെ അനുഗമിക്കുന്നത് അല്ലെങ്കിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചത് കർത്താവിനോടുള്ള സ്നേഹം കൊണ്ടാണോ, അതോ ഈ വലിയ വിടുതലുകളൊക്കെ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങളൊക്കെ കണ്ടതുകൊണ്ടാണോ എന്നുള്ള കാര്യം വളരെ ആഴത്തിൽ നാം ചിന്തിക്കണം. കാര്യം പത്രോസ് അത് വളരെ സീരിയസ് ആയിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നു. കാര്യം തനിക്ക് ആത്മാവിൽ തന്റെ ഹൃദയത്തെ വിവേചിക്കുവാനായിട്ട് കഴിഞ്ഞു. അത് പറയുന്നൊരു കാര്യമുണ്ട്, നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും നിനക്ക് ഇതിനകത്ത് ഒരു പങ്കും ഓഹരിയും ഇല്ല. ഹല്ലേലൂയ. പത്രോസ് ഇത് പറയുന്ന നിമിഷം വരെ ഈ ശീമോൻ വലിയ പുള്ളിയായിരുന്നു. എനിക്ക് തോന്നുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന കാറ്റഗറിയിലുള്ള വ്യക്തിയായിരുന്നു. കാര്യം നേരത്തെ വളരെ റെപ്യൂട്ടേഷൻ ഒക്കെ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിന്റെ കൂടെ എല്ലാ ശുശ്രൂഷയുടെയും ഫ്രണ്ടിലുള്ള വ്യക്തിയാണ്. പക്ഷെ പത്രോസ് അതിനെ വിവേചിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, തന്റെ ഹൃദയത്തിനകത്ത് തന്റെ ആഗ്രഹം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. അതൊന്ന് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിലും മറ്റാരെയും വിധിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ ജീവിതം ഒന്ന് വെച്ച് നോക്കിയാൽ മതി. എൻ്റെ ജീവിതത്തിലെ എൻ്റെ ഇന്റൻഷൻ, ഞാൻ ഈ ചെയ്യുന്നതിൻ്റെയൊക്കെ ഇന്റൻഷൻ യഥാർത്ഥമായിട്ടും കർത്താവിനുള്ള സ്നേഹത്തിൽ നിന്നാണോ, അതോ മറ്റുള്ളവരുടെ പ്രീതിയും മറ്റുള്ളവരുടെ അപ്രീസിയേഷനും നല്ല സ്ഥാനങ്ങളും ഒക്കെ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണോ, അതോ പൈസ സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യം എല്ലാ ശുശ്രൂഷകരും എല്ലാ വിശ്വാസികളും നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അതിന്റെ 23-ാമത്തെ വാക്യം പറയാണ്, നീ കയ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു. ഒരു ദൈവദാസന്റെ അകത്തെ ആ വിഷനാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത് പോലെ കൃപാവരങ്ങളുടെ ജ്വലനം നടക്കണമെന്ന് പറയുന്നതിന്റെ കാരണം, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വിവേചിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അപ്പോൾ ആദിമ സഭയിലെ അപ്പോസ്തലന്മാരുടെ ആ ഒരു വിവേചന വരം അവിടെ നമുക്ക് കാണാൻ കഴിയും. ശിമോൻ പറഞ്ഞത് ഇതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു, തനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞ് ആ ഭാഗം അവിടെ അവസാനിക്കുന്നു. അതിനുശേഷവും കർത്താവിന്റെ വചനം സാക്ഷീകരിച്ചും പ്രസംഗിച്ചതിന് ശേഷം ശമരിയയിൽ അനേക ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് അവര് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പോസ്തലന്മാർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. അപ്പൊ അതിന് ശേഷം 26-ാമത്തെ അധ്യായം തൊട്ടൊന്ന് വായിക്കാം. അവിടെയാണ് ഷണ്ണൻ രക്ഷിക്കപ്പെടുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വായിക്കാം. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോവുക എന്ന് പറഞ്ഞു. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. അവൻ യെരൂശലേമിൽ നമസ്കരിപ്പാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. അവിടെ ഫിലിപ്പോസിനെ ഈ ഷണ്ണന് വേണ്ടിയിട്ട്, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ദൈവം ഫിലിപ്പോസിനെ അവിടെ നിന്ന് എടുത്തോണ്ട് പോവുക. ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോവുക. കാര്യം ഇത് ഇച്ചിരി ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമാണ്. പുള്ളി ശമരിയയിൽ നിന്ന് വീണ്ടും ഈ ഗാസ വരെ നല്ല ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമാണ്. എന്നാൽ ഇവിടെ ഷണ്ണൻ തന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്താൽ താന് തിരുവചനം വായിച്ചുകൊണ്ടിരിക്കുക. പലരും അങ്ങനെയാ. തിരുവചനം അവരുടെ ഹൃദയത്തിനകത്ത് വലിയ ആഗ്രഹമുണ്ട്. അത് ഈ പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഒരു ആഗ്രഹം. ഇതൊക്കെ അറിയണം, പഠിക്കണം, നേരായി ജീവിക്കണം, ഇതൊക്കെ സത്യമാണെങ്കിൽ വിശ്വസിക്കണം എന്നുള്ള ഒരു താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഷണ്ണൻ എന്ന് നമുക്കിവിടെ കാണാം. തനിക്ക് ഈ കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എങ്കിലും തിരുവചനം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനെ അപ്പൊ ഫിലിപ്പോസിനോട് പറയുകയാണ്, നീ അടുത്ത് ചെന്ന്
തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ടു. നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണമെന്ന് അപേക്ഷിച്ചു. അപ്പോഴ് തുടർന്ന് വായിച്ചു. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്: അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവനെ ജീവനോടെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ഡൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു? തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തുടങ്ങി. അപ്പൊ ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങള്. ഒന്ന്, ഇതിന്റെ 26-ാം അധ്യായത്തില് ദൂതൻ ഫിലിപ്പോസിനോട് നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരൂശലേമിൽ നിന്ന് ഗാസയിലുള്ള നിർജ്ജന വഴിയിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞു. രണ്ടാമത് 28-ാമത്തെ വാക്യത്തില് നാം കാണുന്നു, താൻ പുസ്തകം വായിക്കുകയായിരുന്നു. എന്നാൽ തന്നോട് ഫിലിപ്പോസ് സുവിശേഷം പറയുന്നത് 35-ാമത്തെ വാക്യത്തെ ഫിലിപ്പോസ് തിരുവെഴുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. അതിന്റെ 29-ാമത്തെ വാക്യത്തില് നാം കാണുന്നു, ആത്മാവ് ഫിലിപ്പോസിനോട് നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്തിനാ ഞാൻ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ദൂതൻ, തിരുവെഴുത്തുകൾ, ആത്മാവ്. ഒന്ന്, പിന്നെ എങ്ങനെയാണ് ഫിലിപ്പോസിനോട് ഷണ്ണനോട് ഫിലിപ്പോസ് സംസാരിച്ചതെന്ന് ചോദിച്ചാൽ തിരുവെഴുത്ത് ആധാരമാക്കി സുവിശേഷം തന്നോട് പ്രസംഗിച്ചു. ആ ഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഈ സുവിശേഷം പലരോടും പറയുമ്പോൾ അതിനകത്ത് പിതാവ് ആവശ്യമില്ലാതെ ആരും അവനിലേക്ക് വരുന്നില്ല. അത് വലിയൊരു സത്യമാണ്. അങ്ങനെ പിതാവ് ആകർഷിച്ചിട്ട് വരുന്ന വ്യക്തികളോട് നാം സുവിശേഷം പറയുമ്പോൾ നമുക്ക് അവിടെ ചില സ്ഥലത്ത് നാം ഒരാത്മാവിന്റെ ഒരു ഗൈഡൻസ് നമുക്ക് വേണം. നമ്മളെപ്പോഴും ഒരാളുടെ സുവിശേഷം പറയുമ്പോൾ നമ്മളോട് ഏതാണ്ട് ഏൽപ്പിച്ചിട്ടുള്ളത് പോലെ അദ്ദേഹത്തിനോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകാതെ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, കർത്താവ് എന്താണ് പറയേണ്ടത്. ചിലപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ വിവേചിക്കുവാനായിട്ട് നമുക്ക് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിനകത്തൂടെ പോകുന്ന ചില താല്പര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ഇവിടെ ഫിലിപ്പോസ് ദൂതനാ പറഞ്ഞത് ഗസയിലേക്ക് ചെല്ലാം. പക്ഷെ അതിനോട് അടുത്ത് ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നോട് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് തനിക്ക് ഗൈഡൻസ് കൊടുക്കുകയാണ്, നീ തേരിനോട് അടുത്ത് നടക്കുക. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്? ഈ പലരോടും സുവിശേഷം പറയുവാനായിട്ട് ചെല്ലുമ്പോൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം, കർത്താവേ ഞാൻ എവിടെ തുടങ്ങാം? ഹല്ലേലൂയ. ജോൺ 3:16 പറഞ്ഞിട്ട് എന്റെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ടല്ല. കർത്താവിനോട് പറഞ്ഞാൽ കർത്താവ് നമ്മളോട് സംസാരിക്കും, പരിശുദ്ധാത്മാവ് സംസാരിക്കും. കാര്യം പരിശുദ്ധാത്മാവിന് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തിയെ അവനായിരിക്കുന്ന അന്ധകാരത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരിക എന്നുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മളോട് ഹൃദ്യമായിട്ടും വ്യക്തമായിട്ടും സംസാരിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, ഈ വ്യക്തിക്ക്, ഈ സുവിശേഷം കേൾക്കുന്ന വ്യക്തിക്ക് ഇവിടെ താല്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണാം. അദ്ദേഹം കാര്യം ഫോണൊന്നും നോക്കിക്കൊണ്ടിരിക്കുകയല്ല, ഈ തേരിലിരിക്കുന്ന സമയത്തും താൻ വായിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്നേരം ചിന്തിക്കുകയായിരുന്നു, ഈ തേരില് ഈ കുതിരവണ്ടിയിലൊക്കെ കയറിയിട്ടുള്ളവർക്കറിയാം, ഇതിനകത്തിരുന്ന് വായിക്കുന്ന ഒരവസ്ഥ. ഇതിങ്ങനെ ഓരോ കല്ലിലും തട്ടുമ്പോഴത്തേക്ക് തെറിച്ച് അതിനകത്ത് ഇരിക്കാൻ തന്നെ പാട്. അത്രയ്ക്ക് കുലുക്കമുള്ള ഈ വണ്ടിയിൽ ഇരുന്ന്, അല്ലെങ്കിൽ ചിലപ്പം എടുത്തോണ്ട് പോവായിരിക്കും. എനിവേ, അദ്ദേഹം വളരെ സിൻസിയറായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് ആ ഭാഗത്തു നിന്ന് മനസ്സിലാക്കാം. മൂന്നാമത് ഏറ്റവും പ്രധാനമായിട്ട് എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടും ഈ ഫിലിപ്പോസ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത് തിരുവചനത്തെ ആധാരമാക്കി ആണ് തന്നോട് സുവിശേഷം പ്രസംഗിക്കുന്നത്. 32 തൊട്ട് 35 വരെയുള്ള വാക്യങ്ങളിൽ നാം അതാണ്
കാണുന്നത് തിരുവചനത്തെ, യേശുവിനെ കുറിച്ചാണ് താൻ വായിച്ചത്. 35-ാമത്തെ അധ്യായത്തിൽ ഫിലിപ്പോസ് തിരുവചനത്തെ ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ തന്നോട് സുവിശേഷം അറിയിച്ചപ്പോഴ് വെള്ളമുള്ള ഒരു സ്ഥലത്ത് ചെന്നപ്പോഴ് ആരാ പറഞ്ഞതെന്ന് അറിയാമോ? ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനം ഏൽക്കുന്നതിൽ എന്ത് വിരോധം എന്ന് ചോദിച്ചു. അപ്പൊ അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു പണ്ടൊക്കെ ഫിലിപ്പോസ് ഈ പൂർണ്ണ ഹൃദയം പറയത്തില്ലായിരുന്നു, വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്നേ പറയത്തുള്ളായിരുന്നു തോന്നുന്നു. ഈ ശിമയോന്റെ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു പുള്ളിക്ക് കുറച്ചുകൂടി ഒരു വിജിലന്റ് ആയി പുള്ളി പറയാൻ തുടങ്ങി, ഇനി പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. ആദിമസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞാൽ അവരൊക്കെ റിയൽ ആ ഒരു പ്രോസിക്യൂഷന്റെ സമയത്ത് കമ്മിറ്റഡ് ആയിട്ടായിരിക്കും സ്നാനപ്പെട്ടത്. പക്ഷെ അവരൊക്കെ റിയലായിട്ട് കർത്താവിനെ അറിഞ്ഞിട്ടുള്ളവരാണോ എന്ന് വലിയൊരു ചോദ്യമാണ്. ഇന്നും നമ്മുടെ തലമുറകളൊക്കെ സ്നാനപ്പെടുമ്പോൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, പൂർണ്ണ ഹൃദയത്തോടുകൂടെ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഹല്ലേലൂയ. അതോ ഒരുപാട് ദൈവങ്ങളിൽ ഒരു ദൈവമായിട്ടാണോ നാം ദൈവത്തെ കാണുന്നതെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. തന്നെ അതിനോട് ചോദിക്കുന്നു, പൂർണ്ണ ഹൃദയത്തോടുകൂടെ. നിങ്ങൾ എത്ര വർഷം സുവിശേഷം കേട്ടിട്ടുണ്ടെന്നോ എത്ര വർഷമായിട്ട് ഇത് പഠിക്കുന്നു എന്നുള്ളതോ ഒന്നും ഒരു വിഷയമല്ല. തിരുവചനം പഠിപ്പിക്കുന്നു, ഇന്ന് നിങ്ങൾ സുവിശേഷം കേട്ടു, ഇന്ന് നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് സ്നാനപ്പെടാം. അതിന് ഒരു തടസ്സവുമില്ല. പക്ഷെ ഇവിടെ ചോദ്യം നിങ്ങളുടെ ഇന്റൻഷൻ എന്താണെന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് ദൈവസഭയിലും നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, വാസ്തവമായും ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നുണ്ടോ? വാസ്തവമായും ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ഞാൻ അനുസരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവത്തെ ഫോളോ ചെയ്യുവാൻ എനിക്ക് താല്പര്യമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ വിടുതലുകളുടെ ഒരു 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 അപകടം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരിക്കലും വിടുതലിനൊന്നും എതിരല്ല. വിടുതൽ നടക്കണം. അല്ലെങ്കിൽ ചില വിഷയങ്ങളുടെ മേലൊക്കെ എന്ന് നമ്മുടെ പ്രാർത്ഥന ആ വിഷയത്തിന്റെ മേൽ ദൈവമേ ഒരു അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന്. പക്ഷേ എന്നാലും വിടുതലിന്റെ ഒരു അപകടം ഈ അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. കാര്യം അതിന് പുറകെ ഓടുന്ന ഒരു പുതിയ ജനറേഷൻ, അത് വലിയൊരു അപകടം. ആ ഒരു പോക്കില് അനേകര് വഞ്ചിക്കപ്പെടുവാനായിട്ടിടയാകുന്നു. പലർക്കും വിടുതലുകൾ മാത്രമേ അറിയത്തുള്ളൂ, അവിടെ നടന്ന അത്ഭുതങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ, കർത്താവ് ആരാണെന്ന് അറിയാത്തൊരവസ്ഥ. ഇവിടെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ട് ഈ അപ്പോസ്തലന്മാരൊക്കെ പ്രസംഗിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന വലിയ അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും ഒന്നും അല്ല അവർ പ്രസംഗിക്കുന്നത്. അവർ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിനെ, അവർ പ്രസംഗിക്കുന്ന സുവിശേഷം. ആ സുവിശേഷം കേട്ടിട്ടാണ് യഥാർത്ഥമായിട്ടും ജനം രക്ഷിക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ദൂതൻ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്ന് പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്നപ്പോൾ പത്രോസിനോട് തർക്കിക്കുവാനായിട്ട് വന്ന ആ സന്നദ്ധ സംഘത്തോട് പത്രോസ് സംസാരിക്കുന്നത് സുവിശേഷമാണ്. പത്രോസ് സംസാരിക്കുന്നത് യേശുവിനെ കുറിച്ചാണ്. തന്നെ വെളിയിൽ കൊണ്ടുവന്ന ദൂതനെ കുറിച്ചോ തനിക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവത്തെക്കുറിച്ചോ വലിയ സാക്ഷ്യമായിട്ടൊന്നും താൻ അവിടെ എംഫസൈസ് ചെയ്ത് പറയുന്നില്ല. പകരം ആ തിരുവചനത്തിലാണ് നിൽക്കുന്നത്. തിരുവചനത്തിന് ശക്തിയുണ്ട്. തിരുവചനത്തിന് വിടുവിക്കുവാനായിട്ട് കഴിയും. തിരുവചനത്തിന് ഹൃദയങ്ങളെ മാറ്റുവാനായിട്ട് കഴിയും. ആ റിയൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് കഴിയും. ഞാൻ സാക്ഷ്യത്തിനെതിരല്ല, പക്ഷെ സാക്ഷ്യങ്ങൾക്ക് പലതും ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാൻ കഴിയത്തില്ല. ഒരു ഇമോഷണൽ തലത്തിനകത്ത് കിടന്ന് കളിക്കത്തേ ഉള്ളൂ. അതൊരു കൺഫോർമേഷനാണ്. പക്ഷെ റിയൽ സ്റ്റഫ് സുവിശേഷമാണ്. റിയൽ സ്റ്റഫ് തിരുവചനമാണ്. ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരിടത്ത് നടക്കുന്നത് മറ്റൊരിടത്ത് നടക്കണമെന്നില്ല. ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്നത് മറ്റൊരാളുടെ ജീവിതത്തിൽ നടക്കണമെന്നില്ല. ഒരുപാട് അടുത്ത് പത്രോസിനെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളക്കി പൗലോസിനെ വിടുവിച്ചെങ്കിൽ അത് എല്ലാ പ്രാവശ്യവും നടക്കണമെന്നില്ല. കാര്യം അത് തിരുവചനത്തിന്റെ വ്യവസ്ഥയാണ്. ഓരോരുത്തരെ കുറിച്ചുമുള്ള ദൈവിക പദ്ധതികൾ, ഓരോരുത്തർക്കും ദൈവം കൊടുത്തിട്ടുള്ള ശുശ്രൂഷകളുടെ പൂർത്തീകരണത്തിന് ശേഷം അവരെല്ലാം ഈ സ്റ്റേജ് വിടും. അവരെല്ലാം അവർക്ക് കൊടുത്തിരിക്കുന്ന കാലയളവിൽ അവരെയും കൊണ്ട് ചെയ്യാൻ കഴിയുന്നതൊക്കെ ചെയ്തിട്ട്
അവരെ ഈ സ്റ്റേജിൽ നിന്ന് മാറ്റി അടുത്തൊരു സ്റ്റേജിലേക്ക്, ആ നിത്യതയിലേക്ക് ദൈവം കൊണ്ടുപോകും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പോസ് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുന്നെങ്കിൽ നിനക്ക് ആകാം. അങ്ങനെ തേർ നിർത്തുവാനായിട്ട് കൽപ്പിച്ചു. ഫിലിപ്പോസിന് ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവനെ സ്നാനം കഴിപ്പിച്ചു. ആ വെള്ളത്തിൽ കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഷണ്ണൻ അവനെ പിന്നെ കണ്ടില്ല. അവൻ സന്തോഷിച്ചുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. ഇവിടെ സ്നാനം കഴിഞ്ഞപ്പോഴ്, അപ്പൊ ഈ സ്നാനം കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയി. ഈ ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയതിന്റെ ഒരു കാര്യം, അല്ലാതെ ഫിലിപ്പോസ് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കും. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ അറിയാൻ ചിലരുടെ സമയമൊക്കെ വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു ആത്മാവിനെ എടുത്തോണ്ട് പോയത്. ഇന്ന് പലപ്പോഴും നമുക്ക് കാര്യം ഫിലിപ്പോസിലൂടെ വലിയ സുവിശേഷം അനേകർ കേൾക്കാനുണ്ടായത് കൊണ്ടാണ് ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് പോയത്. ഇന്ന് നമ്മുടെ പലപ്പോഴത്തെയും പ്രാർത്ഥന ഈ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് പോയതുപോലെ നമ്മളെ ആത്മാവ് എടുത്തോണ്ട് പോകണേന്നൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. പക്ഷെ എന്തിനായി നമ്മളെ ആത്മാവ് എടുത്തോണ്ട് പോകുന്നതെന്നുള്ളത് നമ്മൾ ആരോടും സുവിശേഷം പറയത്തുമില്ല. നമ്മളിപ്പോ എവിടെ ചെന്നിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഞാനൊരു ഒരു 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 പാസ്റ്റർ പ്രസംഗിക്കുന്ന കേട്ടത്, ഒരു പാസ്റ്റർ പറയുന്ന കേട്ടത്, എന്റെ ദൈവദാസനെ ഇപ്പൊ എന്റെ പ്രാർത്ഥന ഈ ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയതുപോലെ എന്നെ എടുത്തോണ്ട് പോണേന്ന. എന്തിനാ എടുത്തോണ്ട് പോന്നേ? ഫിലിപ്പോസ് സുവിശേഷം പറഞ്ഞതുപോലെ അത്രയ്ക്ക് വലിയ സുവിശേഷത്തിന്റെ ഹൃദയം ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോയ എന്തെങ്കിലും പ്രയോജനമുണ്ട്? എന്തിനാ എടുത്തോണ്ട് പോണേന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വലിയ സംഭവമാക്കി നാലെടുത്ത് പറഞ്ഞുകൊണ്ട് കിടക്കാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള താല്പര്യങ്ങൾ. ഇവിടെ ഫിലിപ്പോസിന്റെ പ്രാർത്ഥനയൊന്നും അല്ലായിരുന്നു, പക്ഷെ ഫിലിപ്പോസിനെ ആത്മാവ് എടുത്തോണ്ട് പോയി. മറ്റൊരു ചിന്തനീയമായ ഒരു വിഷയം അവിടെ ഈ മനുഷ്യന്റെ സ്നാനം കഴിഞ്ഞപ്പോഴാണ് ഫിലിപ്പോസിനെ എടുത്തോണ്ട് പോയത് എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ രക്ഷയുടെ പൂർത്തീകരണം ആ സ്നാനത്തിലൂടെ ആണ് നടക്കുന്നത്. അതിനുശേഷം അവൻ ക്രിസ്തുവിൽ വളരും. എന്നാൽ അത് ഫസ്റ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുന്നത് സ്നാനത്തിലൂടെയാണ്. സ്നാനത്തിന് മുമ്പിട്ട് എല്ലാം ഇൻകംപ്ലീറ്റ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം, കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം, നിങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ സ്നാനം ആണ് അതിന്റെ പൂർത്തീകരണം. തിരുവചനത്തില് അപ്പോസ്തല പ്രവൃത്തികൾ പലതും വായിക്കുമ്പോൾ അപ്പോസ്തലന്മാരിലൂടെ നടന്ന എല്ലാ അത്ഭുതങ്ങൾക്കും ശേഷം അവിടെ ഒരു സ്നാനം നടക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ നടന്ന അവിടെ പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ മേൽ ആത്മാവ് വന്നു. പക്ഷെ ആത്മാവ് വന്നതിന് ശേഷം അവിടെ തീരുന്നില്ല. അവരുടെ സ്നാനത്തോടു കൂടെയാണ് പത്രോസ് അവിടെ ആ ഒരു ഭാഗം എൻഡ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ സ്നാനം എന്നുള്ള ഒരു വിഷയം അതിന്റെ ഒരു കംപ്ലീഷനിലേക്ക് കൊണ്ടുവരുന്നു. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടു. സഞ്ചരിച്ച എല്ലാ പട്ടണങ്ങളിലും സുവിശേഷം അറിയിച്ചുകൊണ്ട് താൻ കൈസരിയിലെത്തി. ഫിലിപ്പോസിനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി ഇത്രയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ആയിട്ട് തന്റെ ടൈറ്റിൽ ഒന്നും മാറ്റിയിട്ടില്ല. സുവിശേഷകൻ എന്നുള്ള ഒരു ടൈറ്റിലാണ് ഫിലിപ്പോസിനെ ത്രൂ ഔട്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ ഇതിനുശേഷം നമ്മൾ 21-ാം അധ്യായത്തിൽ അദ്ദേഹത്തിനെ കുറിച്ച് കാണുന്നത്. എന്നാൽ വളരെ ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട പ്രയോജനപ്പെട്ട ഒരു ദൈവദാസനായിരുന്നു ഫിലിപ്പോസ്. ഹല്ലേലൂയ. ഈ അധ്യായങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇവരെ തിരഞ്ഞെടുത്തത് മേശമേൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. അല്പത്തിൽ വിശ്വസ്തനായവരെ അധികത്തിൽ വിചാരകരാക്കുന്ന ദൈവം. നമ്മളെ എന്തിനു വേണ്ടി എവിടെ തിരഞ്ഞെടുത്തു അല്ലെങ്കിൽ നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്താണെന്നുള്ളതല്ല വിഷയം. അതിനകത്ത് നീ വിശ്വസ്തനാണെങ്കിൽ നിന്നെ അടുത്ത ഒരു ലെവലിലേക്ക് അടുത്ത ഒരു പദ്ധതിയിലേക്ക് ഉയർത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതികൾ പലപ്പോഴും അതൊക്കെ നമുക്കൊന്ന് റിവീൽ ചെയ്ത് തന്നാൽ, അപ്പോസ്തലന്മാരോട് പോലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത്രയും ശക്തമായി ഉപയോഗിക്കപ്പെട്ട അപ്പോസ്തലന്മാരോട് പോലും പരിശുദ്ധാത്മാവ് അവിടെ പറയുന്നില്ല ശമരിയെ പോകണമെന്ന്. അത് അവരെ ആ ഒരു ഡയറക്ഷനിലേക്ക് ദൈവം അങ്ങ് നടത്തുക. കാര്യം ദൈവത്തിന്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ അത്ര പെർഫെക്റ്റ് ആണ്. പലപ്പോഴും പീഡനങ്ങളും വിഷയങ്ങളിലൂടെ ഒക്കെ ദൈവസഭ കടന്നു പോകുമ്പോൾ ഒരു കാര്യം പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ, നമ്മുടെ ദൈവം ഇപ്പോഴും
അവനാണ് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവം. ആ കർത്താവിന്, ആ ദൈവത്തിന്റെ താഴെയേ ഉള്ളൂ എല്ലാ സിംഹാസനങ്ങളും, എല്ലാം അധികാരങ്ങളും, എല്ലാ പവേഴ്സും. ഹല്ലേലൂയ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഏതൊക്കെ തരത്തിലുള്ള രാജ്യങ്ങൾ എതിരായിട്ട് വന്നാലും, ഏതൊക്കെ സൈന്യങ്ങൾ എതിരായിട്ട് വന്നാലും, ഭരണകൂടം എതിരായിട്ട് വന്നാലും, ഏതൊക്കെ വന്നാലും ഒരു കാര്യം ഉറപ്പായിട്ടും പറയുവാനായിട്ട് കഴിയും: ഇവരൊക്കെ മാറിപ്പോകും. എന്നാലും ദൈവത്തിന്റെ വചനം മാറിപ്പോകത്തില്ല. ഈ സുവിശേഷം എന്ന് നിലനിൽക്കുവാൻ തന്നെ ചെയ്യും. എത്രയോ പേർ ഹല്ലേലൂയ ഇനിയും രക്ഷിക്കപ്പെടാനുണ്ട്. അവരൊക്കെ ഈ സുവിശേഷം അറിയുകയും രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ഈ പഠനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടുള്ള അനേക കാര്യങ്ങളുണ്ടല്ലോ. ഫിലിപ്പോസിന്റെ ജീവിതത്തില് തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ വളരെ നന്നായി ചെയ്യുവാനായിട്ട് തനിക്കിടയായി. നമ്മുടെ ജീവിതത്തിലും നമ്മെ ദൈവം ഏൽപ്പിച്ച ആ ശുശ്രൂഷകളൊക്കെ വിശ്വസ്തയോടെ, ഭംഗിയോടുകൂടെ ചെയ്യുവാൻ ദൈവം നമ്മളെ ഈ നാളുകളിൽ ബലപ്പെടുത്തുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തരായിട്ട് നിലകൊള്ളുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകൾ, വിചാരങ്ങൾ, നിരൂപണങ്ങളൊക്കെ ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ട് എന്ന് പാടിയതുപോലെ ഒരു കൈത്തിരി പോലെ ഇരുനാമ ഹല്ലേലൂയ കത്തി എരിഞ്ഞിടുന്ന ഒരു സമർപ്പണത്തിലേക്ക്, തിരുകരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാൻ, നമുക്ക് കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം.